നിൽക്കാൻ പറ്റില്ല. ദീൻ നഷ്ടപ്പെടുകയാണ്, ഈമാൻ നഷ്ടപ്പെടും. മനുഷ്യർ പറയുന്ന വാക്കുകൾ ഒരു സങ്കോചവും ഒരു പേടിയും ഒരു ചിന്തയും പോലും ഇല്ലാതെ, ഭവിഷ്യത്ത് പോലും ആലോചിക്കാതെ നിരീശ്വരവാദം, ഹബീബിനെ കുറിച്ച് മോശമായിട്ട്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് പടച്ചിതമ്പുരാൻ ഇല്ലെന്ന് പറയുകയും, അല്ലെങ്കിൽ മരണശേഷം ഒരു ജീവിതമില്ലെന്ന് അബൂജഹലോ ഉത്ബയോ ഷൈബയോ അബൂലഹബോ അല്ല ഈ പറയുന്നത്. നമ്മുടെ നാട്ടുകാരായ ചെറുപ്പക്കാർ ഏതെങ്കിലും കോളേജുകളിൽ പഠിക്കാൻ ചെന്നതാണ്. അവരുടെ പ്രൊഫസർമാർ യുക്തിവാദികളായിരിക്കാം. അത് കേട്ടിട്ട് നമ്മുടെ മക്കൾ പറയാൻ, കണ്ടില്ലേ മതമില്ലാത്ത ഇന്ന രാജ്യത്ത് നല്ല സന്തോഷമുണ്ട്, ലോകത്ത് ഏറ്റവും ഹാപ്പിയസ്റ്റ് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. യുക്തിവാദികൾ പറയാന്നുണ്ട്. ഏത് രാജ്യത്തിന്റെ പേര് പറഞ്ഞു ഓർമ്മല്ല, ഫിൻലാൻഡാണെന്ന് തോന്നുന്നു. ഏറ്റവും ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒരു മതവിശ്വാസികളും ഇല്ലാത്ത ഒരു നാട് ഫിൻലാൻഡാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഏതൊരു കണക്ക് പറഞ്ഞ് ആരോ ഉണ്ടാക്കിയ സർവേയിൽ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങൾ ആ നാട്ടിലാണത്രേ. ഡെൻമാർക്കാണെന്നാ പറഞ്ഞത്. ഡെൻമാർക്ക്, ഫിൻലാൻഡും ഡെൻമാർക്കൊക്കെ അടുത്ത. അപ്പൊ ഡെൻമാർക്കാണത്രേ. കാരണം യുക്തിവാദി ഉണ്ടാക്കിയ വീഡിയോ ആണ്. കാരണം പറഞ്ഞതേ, അവിടുത്തെ അവിടെ ക്രിമിനലുകളില്ല, അവിടെ കൊലപാതകങ്ങളില്ല, തട്ടിക്കൊണ്ടുപോകലില്ല, അവിടുത്തെ ബീച്ചുകൾ സുരക്ഷിതമാണ്, പാർക്കുകൾ സുരക്ഷിതമാണ്, റോഡുകൾ സുരക്ഷിതമാണ്. പ്രത്യേകത തന്നെ അവർക്കൊന്നും മതമില്ല, അതിൻ്റെ പേരിൽ നല്ലതാണ്. അപ്പോൾ ആളെനിക്ക് വിട്ടു തന്നത് ഇതിന് എന്താ നമ്മൾ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടാ. ആളെ മകനോ ആരോ വിട്ടുകൊടുത്താന്ന് പറഞ്ഞു. എന്നെ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ മറുപടി വിശദമായിട്ട് പറയാനും എനിക്ക് സമയം കിട്ടിയില്ല. ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ എന്താ സംഗതി എന്നറിയോ? എക്സാം നടക്കുന്നുണ്ട്, സങ്കല്പിക്കുക. മക്കളോട് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ? മക്കളെ പുസ്തകം എടുത്ത് പഠിക്കേ, ഭയങ്കര വെറുപ്പായിരിക്കും. നമ്മൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ റിലാക്സ് ആയിട്ട് നടന്നോളൂ കേട്ടോ, ഒന്നും പഠിക്കണ്ട, തുറന്നു നോക്കണ്ട, വേണ്ട, നിങ്ങൾ പഠിക്കും, ഒരുങ്ങൊന്നും വേണ്ട, അങ്ങനെ നടന്നോളൂ എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞാൽ, പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാൽ ഈ വീട്ടിലാണ് കേട്ടോ ഇപ്പം നല്ല സന്തോഷമുള്ള, ഈ നാട്ടിലെ ഏറ്റവും സന്തോഷമുള്ള കുട്ടികളുള്ളത് ഈ പുരയിലാന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അതാണിപ്പോൾ ഈ ഡെൻമാർക്കിൻ്റെ കഥ. വ്യഭിചാരം കുഴപ്പമില്ല, പിന്നെ എന്തിനു തട്ടിക്കൊണ്ടോണ്? സർവ്വ റോട്ടിലും ബീച്ചിലും തന്നെ പരിപാടി, ഇഷ്ടംപോലെ കള്ളും. നാളെ മരിച്ചു ചെന്നാലൊരു ജീവിതമുണ്ടെന്ന ബോധവുമില്ല. ഈ ജീവൻ തന്ന ഒരു സ്രഷ്ടാവുണ്ട് എന്നും വിശ്വസിക്കണില്ല. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്നും വിശ്വാസമല്ല. ഞങ്ങൾ ഹാപ്പിയാണ്. പരീക്ഷ ഉണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല, റിവൈസ് ചെയ്തിട്ടില്ല, വായിച്ചിട്ടില്ല, എനിക്ക് ജയിക്കണം എന്ന് ആഗ്രഹമല്ല എന്നൊരാൾ പറഞ്ഞിട്ട് ഞാൻ സന്തുഷ്ടവാനാണെന്ന് പറഞ്ഞാൽ എന്താ? അതന്നെ എൻ്റെ ഉത്തരം. ഈ മണ്ടത്തരങ്ങളൊക്കെയാണ് പ്രചരിപ്പിക്കുക. അതുകൊണ്ട് മതമില്ലാതെ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നു. ഇതാ പറയണ ആകത്ത് കൊണ്ടുവരുന്നത്.